ഹായ് നമസ്കാരം കൂട്ടുകാരെ. താളന്തവരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ടലിക്കെന്ന് പറയും. നമ്മളെ ഇങ്ങോട്ട് ഉണ്ടലിക്കെന്നാന്ന് പറയൽ. നമ്മൾ ലൈവിലെല്ലാം പോകുമ്പോൾ എല്ലാവരും ചായക്കെന്ന് നിൽക്കും ഉണ്ടലിക്കം അഥവാ ഉണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മൾ ഇത് ചെറിയ ഉണ്ടകളാക്കിയിട്ട് കറിയിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. പോകാൻ വീഡിയോയിലേക്ക് പോകുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടക്ക് വേണ്ടിയിട്ട് അരി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അരിയിൽ നിന്ന് അരച്ചതും കുറച്ചും പൊടിച്ചതുമാണ്, പുഴുക്കലരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം മിക്സിയിൽ അരക്കുമ്പോൾ അതിനൊരു ഇത് കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് അരച്ചതും കുറച്ചും പൊടിച്ചതും എന്നിട്ട് ഇങ്ങനെ ഉണ്ടയാക്കി കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടയാക്കി എടുക്കണം നമുക്കിതിനെ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കുറേ ടൈം ഓടിക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. എന്നിരുന്നാലും നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റിലൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിയാലും തരക്കേടില്ല. അപ്പോൾ നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഉടച്ച് കടുക് താളിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കടുക് ഇട്ടില്ല, വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രം. ഇനിയിപ്പോൾ നമ്മൾ ഈ കടലക്കറിയിലേക്ക് ഉണ്ട എടുത്ത് വെച്ചത് ഓരോന്നേ അരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒപ്പരം ഇട്ട് കഴിഞ്ഞാൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഉള്ളു വെന്ത് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ നമ്മളെ കറിയിലെ സ്പേസിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം. മുകളിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടില്ല. ഇത് റേഷൻ അരി പുഴുക്കലരി വെച്ച് ചെയ്തതാണ്, പച്ചരി കൊണ്ട് ചെയ്തതല്ല. പച്ചരി കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കൂടി കുഴച്ചെടുക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തില്ലേ, പച്ചരി ഞാൻ മിക്സിയിൽ അരക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന്, അത് കണക്ക് ചെയ്യണം. അല്ലാതെ സാധാ ഇതിൽ പച്ചരി അരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആവില്ല, അതിൻ്റെ ഉള്ളു വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് റേഷൻ അരിയുടെ പുഴുക്കലരിയോ പച്ചരി ആണെങ്കിൽ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുത്ത് മറ്റേ ആക്കിയിട്ട് ഇങ്ങനെ ആക്കി നോക്കിക്കോളൂ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമ്മൾ ഈ കറിയിൽ കിടന്ന് ഒന്ന് കറിയോട് കൂടി വെന്ത് കിട്ടും. വെന്തിട്ട് വരുമ്പോൾ അത് കുറച്ചങ്ങനെ കറി വറ്റി വരണം, ഒരുപാട് വറ്റണ്ട. എന്നിരുന്നാലും നന്നായി കറി വറ്റി നമ്മളെ ഈ ഉണ്ടക്കെല്ലാം കൂടിയിട്ട് ഒന്ന് പിടിക്കുന്ന രീതിയിലേക്കാണ്. എന്നിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും. ഇതിനൊന്ന് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും. ഇതിൻ്റെ കറികളെല്ലാം ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ കറിയിൽ കിടന്ന് ഇനി ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇനി പിന്നെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇത് കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വെന്ത് വരുമോ ഇത്. അങ്ങനെ നമ്മൾ ഉണ്ട വെന്ത് കഴിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്. കുറച്ച് സമയമായില്ലേ, കറിയിൽ കിടന്ന് അങ്ങനെ ഉണ്ട വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് സിമ്മിൽ വെക്കാം. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാനെടുക്കും. എന്താ വെച്ചാൽ കറി കുറച്ച് കട്ടിയായി വരണം. എന്നാൽ ഈ കട്ടിക്കറിയും അതിൻ്റെ ആ ഉണ്ടയും കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ നമ്മളെ ഉണ്ടകൾ വെന്തിട്ടുണ്ട്. ഒന്ന് തീ സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. അതിൻ്റെ കറികളൊന്നും ഇതിനോട് ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ ഉണ്ടലിക്കം കറിയിൽ കിടന്ന് വെന്ത് നല്ല ടേസ്റ്റും നല്ല ഭംഗിയിലുമായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ നമ്മളെ ഉണ്ടലിക്കം പരിപാടി കണ്ടല്ലോ. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കുന്ന സാധനം തന്നെ ആയിരിക്കും, പക്ഷെ പല നാട്ടിലും പല പേരിലായതുകൊണ്ട് ആർക്കും അങ്ങനെ അറിയുന്നില്ല എന്നേലും. തൊണ്ട വരുന്നില്ല, പനി ആയതുകൊണ്ട്. അപ്പോൾ ഈ സാധനം തന്നെ ആയിരിക്കും നിങ്ങൾ പല രൂപത്തിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ടും കൂടി ഇടുക. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.